മത്തായി 5-ാം അധ്യായത്തിന് 43 വാക്യങ്ങളിൽ ശത്രുവിനെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്ന അനുഗ്രഹിക്കുക, അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും എന്ന് പറയുമ്പം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ നരകസ്ഥനായ ഒരു പിതാവിന്റെ മക്കളായി തുടരും എന്നർത്ഥമുണ്ട്. ഇപ്പൊ നമ്മളിപ്പം നരകസ്ഥനായ പിതാവിന്റെ മക്കളാണോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നുള്ള പൊതു ശീർഷകത്തിലുള്ള ഈ തിരുവചന വിചിന്തന പരമ്പരയുടെ 10ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ സംബോധനയെ പറ്റി നമ്മൾ കാണുകയായിരുന്നു. പിതാവേ എന്നുള്ള ഒരു സംജ്ഞ, വിളി, ആ വാക്ക് നമ്മൾ ധ്യാനിക്കുമ്പോൾ 2 വശമുണ്ട്. നമ്മൾ കണ്ടു ദൈവം ആരാണ് എന്നുള്ളതും ഒപ്പം നമ്മൾ ആരാണെന്നുള്ളതും. ദൈവം പിതാവ്, നമ്മുടെ മക്കൾ, അതിന് മറ്റു പല മേഖല നമ്മൾ കാണുകയുണ്ടായി. ഇത് നമുക്ക് അടുത്ത ആ സംജ്ഞയിലുള്ള വിളിയൊരു സംബോധനയിലുള്ള അടുത്ത വാക്ക് സ്വർഗസ്ഥനായ എന്ന് നമ്മൾ പറയുമ്പം തന്നെ അതിന് മറുവശമുണ്ട്. നരകസ്ഥനായ ഒരു പിതാവിനെ കുറിച്ചും തിരുവചനം പറയുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പം ഈ നരകസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞ ശരിക്കുള്ള പിതാവല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവതാരമാണ്. നമുക്കറിയാം അത് സാത്താനാണ്. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനുള്ള വേറെ ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്നുള്ള 1ാം പ്രമാണം പറയുമ്പോൾ നമുക്കറിയാം ആ ദൈവസ്ഥാനത്തേക്ക് ദൈവത്തെ മാറ്റി വെച്ചുകൊണ്ട് കയറി വന്ന ആ വ്യക്തി സാത്താനാണ്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ 1 വാക്യങ്ങളിൽ ദൈവത്തെ മാറ്റിവെച്ച്, ദൈവത്തിൻ്റെ വാക്കുകൾ മാറ്റിവെച്ച്, ദൈവം പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥാനത്തേക്ക് കയറി വന്നു. അപ്പൊ ആ വ്യക്തി തന്നെ ഒരു പിതാവായിട്ട്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് പിതാവായിട്ട്, വഞ്ചക സാന്നിധ്യമായിട്ട് നമുക്ക് മധ്യേ ഉണ്ട് എന്നുള്ളതും വചനം നൽകുന്നൊരു മുന്നറിയിപ്പാണ്. സ്വർഗസ്ഥനായ പിതാവിന് മക്കളായിട്ട് തീരണം. നമ്മൾ അനുസരിച്ച് കാണുകയുണ്ടായി. മത്തായി 5-ാം അധ്യായത്തിന് 43 വാക്യങ്ങളിൽ ശത്രുവിനെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്ന അനുഗ്രഹിക്കുക, അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും എന്ന് പറയുമ്പം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ നരകസ്ഥനായ ഒരു പിതാവിന്റെ മക്കളായി തുടരും എന്നർത്ഥമുണ്ട്. ഇപ്പൊ നമ്മളിപ്പം നരകസ്ഥനായ പിതാവിന്റെ മക്കളാണോ? ഇതൊരു വലിയ ചോദ്യമാണ്. പോളാറാമൻ മാർപ്പാപ്പ 1972 നവംബർ 15-ാം തീയതി ഒരു പ്രബോധനം നൽകുകയുണ്ടായി. ഡെലിവർ അസ് ഫ്രം ഈവിൾ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. അവിടെ പൈശാചിക മേഖലയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് പാപ്പ നൽകുന്നത്. നമ്മുടെ ക്രൈസ്തവ സഭയുടെ ദൈവമക്കളുടെ ദൈവജനത്തിന്റെ ഏറ്റവും 1ാമത്തെ ആവശ്യം ഒരു പോരാട്ടമാണ്, പ്രതിരോധമാണ്. സാത്താൻ എന്ന് പറയുന്ന ശത്രുവിന്റെ പോരാട്ടമാണ് എന്ന് പറഞ്ഞിട്ട് പാപ്പ ആ പ്രബോധനം ആരംഭിച്ചിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യ കുഞ്ഞും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നതിനേക്കാൾ പിശാചിൻ്റെ കരങ്ങളിലേക്കാണ് വീഴുന്നത്. നമുക്ക് ഞടുക്കത്തൊത്ത് കേൾക്കുമ്പം. പക്ഷെ പാപ്പ തുടരുകയാണ്, മാമോദീസയിലൂടെ സഭാ ശുശ്രൂഷ വഴിയാണ് ദൈവം അങ്ങനെ സാത്താൻ്റെ കയ്യിൽപ്പെട്ട മനുഷ്യ മക്കളെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ മകനും മകളുമാക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. മാമോസ പൊങ്ങാനായിട്ട് വരുമ്പോൾ സിറമലബർ ക്രമത്തില് പള്ളിക്ക് പുറത്തിറങ്ങി വന്ന അച്ഛൻ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ. 1ാമത്തെ അറിയാമല്ലോ, പിശാചിന്റെ അടിമത്തത്തിൽ മോചനം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? ആ ഒരു വ്യക്തി പറയും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ ആ വ്യക്തി മാമോസ സ്വീകരിക്കാതെ തിരിച്ചു പോകേണ്ടി വരും. തിരിച്ചു പോകുമ്പോൾ ആ വ്യക്തി ഏതവസ്ഥയിലാണ് പോകുന്നത്? പിശാചിന്റെ അടിമത്തത്തിലാണ്, പിശാചിന്റെ സന്തതി ആയിട്ടാണ്. നമ്മുടെ മാമോദിസയുടെ കർമ്മം അങ്ങനെ ആഗ്രഹിച്ച് അകത്തോട് കയറി വരുന്ന വ്യക്തി മാമോദിസ കർമ്മം എല്ലാം കഴിഞ്ഞ് സ്ഥൈലവനം കൊടുത്തു കഴിഞ്ഞിട്ട് സിറമലബർ ക്രമത്തിലെ മാമോദിസയാണ് ഉദ്ദേശിക്കുന്നത്. മാമോദിസ അവിടെ നിന്ന് അൾത്താരയിലേക്ക് കുഞ്ഞിനെ കൊണ്ട് വരും. കാർമികൻ അൾത്താര വന്നിരിക്കും. വന്നിന്ന് കഴിയുമ്പോൾ കാർമികൻ പിന്നെ ആദ്യം ചെയ്യുന്നത് സഹോദരങ്ങളെ ഇങ്ങനെ പറയുകയാണ്, സഹോദരങ്ങളെ, മാമോദിസ വഴി ദൈവത്തിന്റെ മകളല്ല മകനായി തീർന്ന ഈ കുഞ്ഞിനോടുകൂടെ നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അടുത്ത കാര്യങ്ങളിലേക്ക്, കർമ്മങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പൊ ആ ഒരു പിതാവേ എന്നുള്ള വിളി ഈ മാമോദിസ വഴി ദൈവത്തിന്റെ മകളോ മകനോ ആയിട്ട് ഇപ്പൊ തീർന്നു, ദൈവമക്കളായിട്ട് മാറി.
ആ വ്യക്തി ആദ്യമായിട്ട് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുകയാണ്. അത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ ചൊല്ലുകയാണ്, കുഞ്ഞിന് അത് അറിയത്തില്ലാത്തതുകൊണ്ട്. അപ്പൊ അതുവരെ ഈ കുഞ്ഞിന് ദൈവത്തെ ശരിക്കും അവകാശത്തോടെ അപ്പ എന്ന് വിളിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നർത്ഥമില്ലേ. അപ്പൊ മാമോസ മുങ്ങുന്നത് വരെയുള്ള മനുഷ്യ മക്കളുടെ അവസ്ഥ പിശാചിന്റെ അടിമത്തത്തിലാണ്. പൗലോസപ്പോസ്തലരുടെ ഈശോ ഡമാസ്കസുള്ള വഴിയിൽ വിളിക്കുന്ന രംഗം അദ്ദേഹം തന്നെ അഗ്രിപ്പ രാജാവിന്റെ പക്കല് പങ്കുവെക്കുന്നത് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ അവസാന ഭാഗത്ത് കാണുന്നുണ്ടല്ലോ. 26-ാം അധ്യായത്തില് 18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈശോ അപ്പോസ്തലരോട് ദൗത്യം ഇതാണ്: വിജാതിയുടെ പക്കലേക്ക് പോയിട്ട് അവരുടെ കണ്ണുകളെ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിന് പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തി ദൈവത്തേക്ക് തിരിയാനും പാവമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ മക്കളായി തീരാൻ വേണ്ടി, അവർ തീർക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ അയക്കുകയാണ്. സുവിശേഷം പ്രസംഗിച്ച മാമോസ മുക്കാൻ. നമ്മളെ അടിമത്തത്തിലാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അപ്പനുണ്ട്, നരകസ്ഥനായ സാത്താൻ. ഈശോ തന്നെയും തന്റെ ശുശ്രൂഷയില് യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 43-44 വാക്യങ്ങളില് തന്റെ ചുറ്റും നിന്ന് വചനം കേട്ടുകൊണ്ട് നിൽക്കുന്ന യഹൂദർ കുറെ പേര് താൻ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് കാണാം. 41-ാം വാക്യം: എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത്? കാരണം ഈശോ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പിതാവായി പിശാചിൽ നിന്നുള്ളവരാണ്. പിശാചിനെ ഒരു പിതാവായിട്ട് ഈശോ അവതരിപ്പിക്കുകയാണ്. ആ പിതാവിന്റെ മക്കളാണ് ഇവര്. അപ്പം ദൈവത്തിന്റെ വചനം സ്വീകരിക്കാൻ താല്പര്യമില്ല പിശാചിന്റെ മക്കൾക്കും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനീ പറയുന്ന ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് സ്വീകാര്യമാകുന്നില്ല. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ വചനം ഗ്രഹിക്കാൻ പറ്റാതെ മറുതരത്തിരിക്കുന്ന ഈ യഹൂദരെ ഈശോ പിശാചിന്റെ മക്കളായിട്ട് വിശേഷിപ്പിച്ചു. പിശാചിന്റെ മക്കളെ വിശേഷിപ്പിച്ചു. ഇവിടെ അവരെ പറ്റി തന്നെ ഒരു വിശദാംശം അവിടെ ചേർത്ത് ഈശോ പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുകയാണ്, കൊല്ലാൻ അന്വേഷിക്കുകയാണ്. നമുക്കറിയാം, യഹൂദര് പരിസേര് നിയമത്തില് ഈശോയ്ക്ക് ചുറ്റും നിരന്തരം 3 വർഷത്തെ പരിസേവത്തിനിടയിൽ ചുറ്റും നടന്നുകൊണ്ട് ഈശോയെ കെണിയപ്പെടുത്താൻ വേണ്ടി പഴുതെപ്പോഴും അന്വേഷിച്ചിരുന്നു. സാബത്ത് രോഗശാന്തി കൊടുക്കുമോ, വാക്കി കൊടുക്കാൻ വേണ്ടി നാണയം കാണിച്ച് സീസണിന് നികുതി കൊടുക്കണമോ, ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് ചോദിച്ചോണ്ടൊക്കെ വരുമ്പോൾ കെണിയപ്പെടുത്താൻ നോക്കുന്നത്. അത് വെറുപ്പാണ്, കൊല്ലാൻ നോക്കുകയാണ്, നശിപ്പിക്കാൻ മാർഗം അന്വേഷിക്കുകയാണ്. ഒരു വെറുപ്പോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ടാണേലും ആദരയുടെ വാക്ക് പറഞ്ഞുകൊണ്ടാണേലും വെറുപ്പോടുകൂടി നിൽക്കുമ്പം വെറുപ്പ് കൊലപാതകമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാമത്തെ 15-ാം വാക്യം സഹോദരനെ വെറുക്കുന്നത് കൊലപാതകയാണ്. 5-ാം പ്രമാണം കൊല്ലരുതെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ മത്തായി 5:21 വാക്യങ്ങളിൽ കോപിച്ച് വെറുപ്പോടെ ഭോഷ വിഡ്ഢി എന്ന് വിളിച്ചാൽ നരകാഗ്നിക്കിരയാകും, നരകത്തിന് സന്ധ്യ നീ പറഞ്ഞ് നമുക്കറിയാം. അപ്പോൾ വെറുപ്പിന്റെ അവസ്ഥയിൽ നിങ്ങൾ നീങ്ങുന്നത് കൊണ്ട് നിങ്ങൾ പിശാചിന്റെ മക്കളെന്ന് ഈശോ പറഞ്ഞു. അവര് തർക്കിക്കുന്നുണ്ട്, ഞങ്ങൾ അപ്രാർത്ഥന മക്കളെന്ന് പറഞ്ഞുകൊണ്ട്. യോഹന്നാൻ 8:39 വാക്യങ്ങളില് ഈശോ പറഞ്ഞു നിങ്ങൾ പിശാചിന്റെ മക്കളാണ്, അത് നിങ്ങളെ കൊല്ലാൻ അന്വേഷിക്കുകയാണ്. ആ അധ്യായത്തിന്റെ അവസാനം 59-ാം വാക്യത്തില് അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. ഈശോ അവിടെ നിന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, എറിയാൻ കല്ലെടുത്തു, കൊല്ലാനാ. അപ്പം വെറുപ്പ് വെച്ചുകൊണ്ട് നീങ്ങുന്ന വ്യക്തികള്, വെറുപ്പോടെ ചിന്തിക്കുകയും പെരുമാറി ഇടപെടുന്ന വ്യക്തികള് പിശാചിന്റെ മക്കളായിട്ടാണ് ജീവിക്കുന്നത്. ഈശോ പഠിപ്പിക്കുകയാണ്. വെറുപ്പ്, വചനം ശ്രമിക്കാൻ താല്പര്യമില്ല, അത് പിശാചിന്റെ മക്കളാണ്. മറുവശത്തുമൊക്കെ അടുത്ത യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രമിക്കും. ഈശോയുടെ സ്വരം ശ്രമിച്ചുകൊണ്ട് കൂടെ വരും. അപ്പൊ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ സ്വരം ശ്രമിക്കും. നമുക്കറിയാമല്ലോ, പറമ്പിൽ നിന്നുകൊണ്ട് തള്ളപ്പശു അമറുമ്പം പന്നിക്കുഞ്ഞുങ്ങൾ ഓടി വരികയല്ല, അല്ലെ പറമ്പിൽ നിന്നുകൊണ്ട് ആട് മേന്ന് വെക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ഓടി വരികയല്ല. ഓരോ കുഞ്ഞും അതതിൻ്റെ അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ സ്വരമാണ് തിരിച്ചറിയുന്നതും. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയാൻ പറ്റുന്നില്ല യഹൂദർക്കെന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല, പക്ഷെ നിങ്ങൾ സാത്താന്റെ സ്വരം തിരിച്ചറിയുന്നുണ്ട്, കൊല്ലാൻ വെറുപ്പോടെ ചിന്തിക്കുന്നു. യൂദാസ്കറിയാത്ത അന്ത്യത്താഴത്തില് ഇരിക്കുമ്പോൾ യോഹന്നാൻ 13:2 വാക്യത്തില് സാത്താനുള്ളിൽ തോന്നിപ്പിച്ചു കൊടുത്ത് ഈശോ ഒറ്റിക്കൊടുക്കാൻ അത് യൂദാസ് സ്വീകരിച്ചു. അതേസമയം ഈശോ പറയുന്ന വാക്കുകൾ യൂദാസ് സ്വീകരിക്കുമായിരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 63-64 വാക്യങ്ങളിൽ ഞാൻ പറയുന്ന വാക്ക് ആത്മാവും ജീവനുമാണ്, വിശ്വസിക്കാത്തവരെ നിങ്ങൾ ചിലരുണ്ട്. അത് യൂദാസിനെ കുറിച്ചാണ് പറയുന്നുള്ളതായാലും 65-ാം വാക്യത്തിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ യൂദാസ് വിശ്വസിക്കുമായിരുന്നില്ല ഈശോ പറഞ്ഞ കാര്യം, അതിനെ സ്വീകരിക്കുകയല്ല.
വചനം സ്വീകരിക്കാതിരുന്ന യൂദാസിനെ അവിടെ ഈശോ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു പിശാചാണ്, ഞാൻ 12 പേർ തിരഞ്ഞെടുത്തുവെങ്കിലും. യോഹന്നാൻ 6:69 വാക്യങ്ങളും. അപ്പോൾ വചനം സ്വീകരിക്കാൻ പറ്റാതെ നിൽക്കുന്നു, വെറുപ്പോടെ കൊല്ലാൻ അന്വേഷിക്കുന്നു. വീണ്ടും യോഹന്നാൻ 8:50 വാക്യത്തില് പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. അപ്പൊ നുണ പറയുന്നവരുടെ പിതാവ് പിശാചാണ് എന്നർത്ഥം വരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തില് 5-ാമത്തെ അധ്യായത്തില് കള്ളം പറയരുത്, അതേക്കുറിച്ചൊക്കെ വ്യാഖ്യാനിച്ചു വരുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ, അതെ എന്നുള്ളപ്പോ അതെ, അല്ല എന്നുള്ളപ്പോ അല്ല. ഇതിനപ്പുറമുള്ള ദുഷ്ടൻ നിന്നാ വരുന്നത്. മത്തായി 5:37 വാക്യത്തിന്റെ 2ാം പകുതി. അപ്പൊ അതേ നുണ പറയുന്ന വ്യക്തി ദുഷ്ടന്റേതാണ്. അപ്പൊ നുണ പറയുന്ന ശീലമുള്ളവര് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ല വിളിക്കേണ്ടത്, നരകസ്ഥനായ പിതാവേ എന്ന് വിളിക്കേണ്ടി വരും. യോഹന്നാന്റെ 1-ാം ലേഖനത്തിന് 3-ാമത്തെ അധ്യായത്തില് നമ്മൾ പറയുകയുണ്ടായി, കണ്ടാലും നാം ദൈവമക്കളെ നമ്മൾ അവനെ വിളിക്കുമ്പോൾ അങ്ങനെ ആളുതാനും എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് 9-10 വാക്യങ്ങൾ വരുമ്പോഴേക്കും പറയുകയാണ്, 9-10 വാക്യങ്ങളിൽ പാപം ചെയ്യുന്നവൻ പിശാച് എന്നുള്ളവനാണ്. ദൈവത്തിൽ ജനിച്ചവൻ ദൈവചൈതന്യം വസിക്കുന്നത് പാപം സാധ്യമല്ല. അപ്പൊ ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നതിന് വ്യക്തമാണ് എന്ന് 1 യോഹന്നാൻ 3:10 വാക്യത്തിൽ പറയുകയാണ്. ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും വചനം സ്വീകരിക്കാൻ പറ്റുന്നില്ല, വെറുക്കുന്നു, നുണ പറയുന്നു, അങ്ങനെയൊക്കെ അവസ്ഥ പോകുന്നു. പിന്നെ മൊത്തത്തിൽ പൊതുവായിട്ട് 1 യോഹന്നാൻ 3:9-10 വാക്യങ്ങൾ, പാപത്തിന്റെ വഴിയെ പോകുന്ന ഏതൊരു വ്യക്തിയും പിശാചിന്റെ മകനാണ്, മകളാണ്, ജീവിക്കുന്ന ആൾക്കാരാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ, നമ്മളെ പരിശീലിപ്പിക്കുമ്പോൾ, നരകസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നവരായിട്ട് ഇനി നിങ്ങൾ തുടരരുത് എന്നതിനർത്ഥമാണ്. ഇതൊരു ചുമ്മാ സങ്കല്പമല്ല, ആശയമല്ല, യാഥാർത്ഥ്യമാണ്. തിരുവചനം സാക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസങ്ങളെ നാം ഓരോരുത്തരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.